വെൽക്കം ബാക്ക് ടു നാറ്റമി. എല്ലാ വിദ്യാർത്ഥികൾക്കും നാറ്റമിയുടെ മറ്റൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഈ എക്സാം ഓറിയന്റേഷൻ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടൻസി എന്ന സബ്ജക്റ്റിലെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ പഠിക്കുന്ന കുറച്ച് ചാപ്റ്ററുകളിലെ കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രീവിയസ് ആയിട്ട് നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് മാത്രം കുറഞ്ഞ ഭാഗം മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു പ്രത്യേകത ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങളോട് പ്രീവിയസ് ആയിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ NIOSന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് ഇത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ അവസാന മൊഡ്യൂളുകളിൽ നമ്മൾ പഠിക്കുന്ന കമ്പനി അക്കൗണ്ട്സ് അല്ലേ, കമ്പനി അക്കൗണ്ട്സ് നമ്മൾ അതിൽ പഠിക്കുന്നുണ്ട്. സോ കമ്പനി അക്കൗണ്ട്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ്. ഓക്കെ, അപ്പോൾ കമ്പനി അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ ഒരു തവണ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, എന്താണ് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ പറയാം. എന്താണ് കമ്പനി അക്കൗണ്ട്സിലാണ് നമ്മളുടെ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. മീൻസ് ഒരു കമ്പനിയെ കുറിച്ച് നമ്മൾ പഠിക്കുകയും കമ്പനിയുടെ അക്കൗണ്ട്സുകളെ കുറിച്ചും അതുപോലെ തന്നെ കമ്പനിയിൽ എങ്ങനെയാണ് ക്യാപിറ്റൽ സ്വരൂപിക്കുന്നത് എന്ന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ കമ്പനി അക്കൗണ്ട്സിൽ നമ്മൾ പഠിക്കുന്നത്. സോ അതിൽ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മൾ ആ ഷെയർ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള ഒരുപാട് കാര്യങ്ങൾ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, കോൾസിൻ അറിയേഴ്സ്, കോൾസിൻ അഡ്വാൻസ് പോലത്തെ അലോട്ട്മെന്റ് മണി, അതുപോലെ തന്നെ കോൾ മണി ഒക്കെ ഒരുപാട് ടേംസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ പഠിച്ചിട്ടുള്ള അത് ആ ഒരു കമ്പനി അക്കൗണ്ട്സിൽ പിന്നെ നമ്മൾ ഡിബെഞ്ചേഴ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലേ. ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ്, അതുപോലെ ഫോർഫീച്ചർ ഓഫ് ഡിബെഞ്ചേഴ്സ്, റീഇഷ്യൂ ഓഫ് ഫോർഫീച്ചർ ഡിബെഞ്ചേഴ്സ്, അതുപോലെ തന്നെ ഷെയറിന്റെ കേസ് വരുന്നുണ്ട്, ഷെയർ ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ, അതുപോലെ തന്നെ റീഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ. പിന്നെ ഓക്കെ, ആ ഭാഗങ്ങൾ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഓക്കെ. അപ്പോൾ നമ്മൾ അതിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറിലോട്ട് നമുക്ക് കിടക്കാം. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതിനു മുമ്പ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വാട്ട് ഈസ് മെന്റ് ബൈ ഇഷ്യൂഡ് ക്യാപിറ്റൽ? ഒരു ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതായിരുന്നു അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. സോ ഇറ്റ് മീൻസ് സച്ച് ക്യാപിറ്റൽ ദാറ്റ് കമ്പനി ഇഷ്യൂ ഫ്രം ടൈം ടു ടൈം ഫോർ സബ്സ്ക്രിപ്ഷൻ. അതായത് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന, പബ്ലിക്കിന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലൂടെ നമ്മൾ മാറ്റുന്ന, ഇഷ്യൂ ചെയ്യുന്ന അത്തരം ഷെയറുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് നമ്മൾ വിളിക്കുന്നത്. നമ്മൾ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് മെന്റ് ബൈ റിസർവ് ക്യാപിറ്റൽ? റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ പാർട്ട് ഓഫ് എ ക്യാപിറ്റൽ, എ കമ്പനി വിച്ച് ഈസ് കോൾഡ് അപ്പ് ഓൺലി വെൻ വൈൻഡിങ് അപ്പ് ഈസ് കോൾഡ് റിസർവ് ക്യാപിറ്റൽ. അപ്പൊ എന്താണ് റിസർവ് ക്യാപിറ്റൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത്, എന്താ വൈൻഡപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി പൂട്ടി പോവുക അല്ലേ. പൂട്ടി പോകുന്ന സമയത്ത്, എടുത്തു വെക്കുന്ന സമയത്ത് ആണ് എന്ത് ചെയ്യുന്നത്, അപ്പോൾ മാത്രം കോളപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ വിളിക്കുന്ന ആ ഷെയറുകളെയാണ്, അത്തരം ഷെയറുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ റിസർവ് ക്യാപിറ്റൽ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ രണ്ട് കാര്യങ്ങളായിരുന്നു ചോദിച്ചിട്ടുള്ളത്, ഇഷ്യൂഡ് ക്യാപിറ്റലും റിസർവ് ക്യാപിറ്റലും. രണ്ടും നമ്മൾ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പബ്ലിക്കിന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ള ക്യാപിറ്റലും, റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യുന്ന സമയത്ത് കോൾ ചെയ്യുന്ന ക്യാപിറ്റലിലെ ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് സബ്സ്ക്രൈബ്ഡ് ഷെയർ ക്യാപിറ്റൽ. സോ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയർ ക്യാപിറ്റലിനെ കുറിച്ചും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഷെയർ ക്യാപിറ്റലിന്റെയും ഡിഫറൻസിയേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. മീൻസ് അതിന്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഒന്നാമത്തെ ആൻസറിൽ നമുക്ക് എന്താ ക്വസ്റ്റ്യൻ എന്താണുള്ളത്, ഡിഫറൻസ് ബിറ്റ്വീൻ ഇഷ്യൂഡ് ക്യാപിറ്റൽ ആൻഡ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. സബ്സ്ക്രൈബ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്താണ് വരുന്നത്, ഇറ്റ് മീൻസ് എ പാർട്ട് ഓഫ് ദ ക്യാപിറ്റൽ വിച്ച് ഈസ് ഫോർ ദ ടൈം part of the capital which is for the time being subscribed by the members of a company. അതായത് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയറുകൾ ഒരാളത് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മളത് സബ്സ്ക്രൈബഡ് എന്നുള്ള രൂപത്തിലാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഓക്കെ, ഇനി നേരെ മറിച്ച് ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് മീൻസ് സച്ച് ക്യാപിറ്റൽ ആസ് ദ കമ്പനി ഇഷ്യൂഡ് ഫ്രം ടൈം ടു ടൈം ഫോർ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ള ക്യാപിറ്റലുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. സോ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയർ ക്യാപിറ്റൽ വാങ്ങുന്ന സമയത്ത് അല്ലെ, വാങ്ങുന്ന സമയത്താണ് നമ്മളത് എന്തായിട്ട് മാറുന്നത്, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ആവുന്നതും. ഇനി ആ ഒരു ഇഷ്യൂ ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റേറ്റിൽ തന്നെ കിടക്കുന്ന ഷെയർസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ എന്നും നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്, വാട്ട് ഈസ് ദ നെയിം ഗിവൻ ടു ദ പാർട്ട് ഓഫ് എ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി വിച്ച് ഈസ് കോൾഡ് അപ്പ് ഓൺലി ഓൺ വൈൻഡിങ് അപ്പ്? നേരത്തെ ചോദിച്ചിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, ഒന്ന് തിരിച്ച് ചോദിച്ചതേ ഉള്ളൂ അല്ലേ. നേരത്തെ കറക്റ്റ് നമ്മളിപ്പോൾ ചോദിച്ചതിന്റെ ആൻസർ തന്നിട്ട് അതെന്താണെന്ന് ചോദിച്ചു, ഇപ്പോൾ നമ്മൾ എന്താണ് നേരെ അതിന്റെ ഓപ്പോസിറ്റ് അല്ലേ, ആ രൂപത്തിലാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ദ നെയിം ഗിവൻ ടു ദ പാർട്ട് ഓഫ് എ ക്യാപിറ്റൽ ഓഫ് കമ്പനി വിച്ച് ഈസ് കോൾഡ് അപ്പ് ഓൺലി ഓൺ വൈൻഡിങ് അപ്പ്? അതായത് ആ കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യുന്ന സമയത്ത് മാത്രം കോളപ്പ് ചെയ്യുന്ന ആ ഒരു ഷെയർ ക്യാപിറ്റൽ ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ അതിന് ആൻസർ നമുക്കറിയാം, എന്താണ്, റിസർവ് ക്യാപിറ്റൽ അല്ലേ. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതായത് ദ പാർട്ട് ഓഫ് എ ക്യാപിറ്റൽ ഓഫ് കമ്പനി വിച്ച് ഈസ് കോൾഡ് അപ്പ് ഓൺലി ഓൺ വൈൻഡിങ് അപ്പ് അല്ലേ, അതെന്താണ്, റിസർവ് ക്യാപിറ്റൽ ആണ് എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം, ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഡി ലിമിറ്റഡ് ഇൻവൈറ്റഡ് ആപ്ലിക്കേഷൻസ് ഫോർ ഇഷ്യൂയിങ് 10 lakh ഇക്വിറ്റി ഷെയർസ് ഫോർ 10 rupees each അല്ലേ.
ലിമിറ്റഡ് എന്ത് ചെയ്തു, ഒരു 10 ലക്ഷം രൂപയുടെ 10 ലക്ഷം ഇക്വിറ്റി ഷെയർസ് എന്ത് ചെയ്തു, 10 രൂപ എന്നുള്ള നിലക്ക് എന്ത് ചെയ്തു, അപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട്, അപ്ലിക്കേഷൻ വേണ്ടി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, ഷെയർസ് ഇഷ്യൂ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ദ പബ്ലിക് അപ്ലൈഡ് ഫോർ 8,55,000. പബ്ലിക് എത്ര ചെയ്തു, 8,55,000 രൂപക്ക് പബ്ലിക് അതെന്ത് ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്തു. മീൻസ് അതെന്ത് ചെയ്തു, പബ്ലിക് അതിന് അപ്ലൈ ചെയ്തു അല്ലേ. സോ ക്യാൻ ദ കമ്പനി പ്രൊസീഡ് ഫോർ ദ അലോട്ട്മെന്റ് ഓഫ് ഷെയർസ്. അപ്പൊ ഇനി നമുക്ക് അലോട്ട്മെന്റ് വേണ്ടി കളക്ട് ചെയ്യുന്ന പ്രോസസ്സിലോട്ട് നമുക്ക് ഈ കമ്പനിക്ക് പോകാൻ പറ്റുമോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഇനി യെസ് ആണെങ്കിലും നോ ആണെങ്കിലും നമ്മളോട് എന്തുകൂടെ പറഞ്ഞിട്ടുണ്ട്, ഗിവ് റീസൺ ഇൻ സപ്പോർട്ട് ഓഫ് യുവർ ആൻസർ. നമ്മളുടെ ആൻസർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണം കൂടി നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളിതിൽ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ കാര്യമായിട്ടുള്ളത്. ചോദിച്ചിട്ടുള്ളത് എന്താണ്, 10 ലക്ഷം ഇക്വിറ്റി ഷെയർസ് ഉണ്ടായിരുന്നു, അതിൽ 8,55,000 രൂപ ഷെയർസ് മാത്രമാണ് എന്ത് വന്നിട്ടുള്ളത്, ഈ ഒരു അപ്ലിക്കേഷൻ വന്നിട്ടുള്ളത്. മീൻസ് അപ്ലൈ വന്നിട്ടുള്ളത് അല്ലേ, അപ്ലിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിൽ കമ്പനി പ്രൊസീഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്താ വരിക, നോ ആണ് ആൻസർ വരുന്നത്. കാരണം എന്താണ്, ഇവിടെ കണ്ടോ ആൻസർ ഇവിടെ ഉണ്ട്. The shares cannot be allotted because subscribed shares are less than 90%. അതായത് ഇവിടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഇത് എത്രയാണ്, സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 90% കുറവാണ് എന്നുള്ളത്. നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 90% കുറവാണ് എന്നുള്ളത് ഇവിടെ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്കത് ആസ് പെർ സെബി ഗൈഡ് ലൈൻസ് അല്ലേ, സെബി ഗൈഡ് ലൈൻസ് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, കമ്പനി മിനിമം 90% സബ്സ്ക്രിപ്ഷൻസ് ഉണ്ടായിരിക്കണം. ഇഷ്യൂ ചെയ്തിട്ടുള്ള ക്യാപിറ്റലിന്റെ മിനിമം 90% സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കണം. എന്നിരുന്നാലും അതിന്റെ മറ്റ് പ്രൊസീജിയറിലോട്ട് കടക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ഗൈഡ് ലൈൻ അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു കാര്യം കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് അതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ 8,57,000 ആയിട്ടുള്ളൂ. നമുക്ക് എന്താണ് 10 ലക്ഷമാണ്, 10 ലക്ഷത്തിന്റെ 90% എന്ന് പറയുന്നത് 9 ലക്ഷം രൂപയാണ്. 9 ലക്ഷം ഷെയർസ് ആണ്. അപ്പോൾ 9 ലക്ഷം ഷെയർസ് കവർ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുക, ഇവർക്ക് ഈ ഒരു പ്രൊസീജിയർ മുന്നോട്ട് കൊണ്ടുനേക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻ ബൈ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അപ്പോൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതാണ് നെക്സ്റ്റ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. സോ എന്താണ് നമുക്ക് നോക്കാം, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് നോക്കാം. സോ ഇറ്റ് ഈസ് എമൗണ്ട് ദാറ്റ് ദ ഷെയർ ഹോൾഡർ ഹാസ് പെയ്ഡ് അറ്റ് ദ കമ്പനി and the company has received against the amount called up against the shares towards the share capital. അതായത് നമ്മളിപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്തു, ആ ഇഷ്യൂ ചെയ്തതിന് ശേഷം ആ ഷെയറിന് ഒരു എമൗണ്ട് ഉണ്ടാവും അല്ലേ, ആ എമൗണ്ട് എത്രത്തോളമാണ് ഒരു ഷെയർ ഹോൾഡർ അടച്ചിട്ടുള്ളത്, ആ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മീൻസ് ആ കിട്ടിയിട്ടുള്ള ആ ഷെയറിന് എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, നമ്മൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മീൻസ് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ഷെയർ ഹോൾഡർ ആ ഫണ്ട് തിരിച്ച് ഫണ്ട് അടക്കല്ലോ അല്ലേ, ആ എമൗണ്ട് ആണ്, മീൻസ് ആ ഷെയർ ഹോൾഡർ കയ്യിൽ നിന്ന് റിസീവ് ചെയ്യുന്ന എമൗണ്ട് ആണ് എന്ത് വിളിക്കുന്നത്, നമ്മൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പേരിൽ വിളിക്കുന്നത്, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അതുപോലെ തന്നെ വാട്ട് ഈസ് മെൻ ബൈ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓഫ് കമ്പനി. അപ്പോൾ ഇനി ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഓതറൈസ്ഡ് ക്യാപിറ്റൽ മീൻസ് സച്ച് ക്യാപിറ്റൽ ആസ് ഈസ് ഓതറൈസ്ഡ് ബൈ ദ മെമ്മറാണ്ടം ഓഫ് എ കമ്പനി ടു ബി ദ മാക്സിമം എമൗണ്ട് ഓഫ് ഷെയർസ് ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. അതായത് ഒരു കമ്പനിയുടെ മാക്സിമം എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ മെമ്മറാണ്ടം ഓഫ് കമ്പനിയുടെ മെമ്മറാണ്ടം പ്രകാരം അതിൽ മെമ്മറാണ്ടത്തിൽ എത്രയാണോ കാണിച്ചിട്ടുള്ളത് അത് പ്രകാരമുള്ള നമ്മുടെ മാക്സിമം ഷെയർ ക്യാപിറ്റലിന്റെ ആ ഒരു എണ്ണത്തിനെയാണ്, മീൻസ് ആ ഷെയർ ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, സോ അതാണ് അത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് ഭാഗങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ വന്നിട്ടുള്ള ഒരു പ്രോബ്ലം റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ക്വസ്റ്റ്യൻ, പ്രോബ്ലം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിൽ നിന്ന് പിന്നെ ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാപ്റ്ററിന് മീൻസ് നമുക്ക് എക്സാമിന് വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിൽ വരാറില്ല, ഇതുപോലത്തെ ചെറിയ ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് കടന്നു വരാറുള്ളത്. മീൻസ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിൽ എന്ത് ചെയ്യാറില്ല, പൊതുവെ വന്ന് കണ്ടിട്ടില്ല എന്നാണ് പറയാനുള്ളത്. ഓക്കെ, മാത്രമല്ല ഇനി ഈ വർഷം നമുക്ക് പാറ്റേണിൽ ചെറിയ വ്യത്യാസമുണ്ട്, ബട്ട് അതിലും അവർ തന്ന പാറ്റേൺ പ്രകാരം അത് കാണുന്നില്ല. ഇനി മാറ്റങ്ങൾ വരുമെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ ആവുന്നതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് question നോക്കാം. On 28th February 2016, the first call of ₹2 per share became due on 50,000 equity shares allotted by Kumar Limited. So Kumar Limitedന് 50,000 equity shares allot ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പെയ്ഡ് അപ്പ് അതിന്റെ ഫസ്റ്റ് കാളിന്റെ എമൗണ്ട് അല്ലെ, ഫസ്റ്റ് കാൾ ഓഫ് ₹2 അല്ലെ, 2 രൂപ, ഫസ്റ്റ് കാളിന് 2 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്, ഡ്യൂ ആയിട്ടുണ്ട്. ഏത് ഡേറ്റ്, 28th February ആ 2 രൂപ ഡ്യൂ ആയിട്ടുണ്ട്. ഓക്കെ, അതാണ് ഒന്നാമത് പറഞ്ഞിട്ടുള്ള കാര്യം. ആൻഡ് കോമൻ as a holder of 1,000 shares did not pay the first call money. അതുപോലെ തന്നെ ഈ കോമൻ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തിട്ടില്ല, ഫസ്റ്റ് കോൾ മണി ആയിട്ടില്ല 1000 ഷെയർസിന്റെ ഫസ്റ്റ് കോൾ മണിയുടെ എമൗണ്ട് എന്ത് ചെയ്തിട്ടില്ല, അയാൾ അത് അടച്ചിട്ടില്ല. ആൻഡ് കോവിൽ എ ഹോൾഡർ ഓഫ് 750 ഷെയർസ് പെയ്ഡ് ദ സെക്കൻഡ് ആൻഡ് ഫൈനൽ കാൾ ഓഫ് 4 per share along with the first call. പക്ഷെ നേരെ മറിച്ച് കോവിൽ എന്ന് പറയുന്ന ഒരു ഹോൾഡർ എന്ത് ചെയ്തു, 750 ഷെയറാണ് അവൻ്റെ കയ്യിലുള്ളത്. അതിന്റെ ഫസ്റ്റ് കോൾ അതായത് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിന്റെ അല്ലേ, സെക്കൻഡിന്റെയും ഫൈനൽ കോളിന്റെയും 4 രൂപ രണ്ടിന്റെ കൂടി വരുന്നത് അത് എന്ത് ചെയ്തു, ഫസ്റ്റ് കോളിന്റെ എമൗണ്ടിന്റെ കൂടെ അതും കൂടെ അടച്ചിട്ടുണ്ട്. മീൻസ് ഓൾറെഡി കൊടുത്തിട്ടുള്ള എമൗണ്ടിന്റെ കൂടെ ഇതും കൂടി എന്ത് ചെയ്താണ് അഡ്വാൻസ് ആയിട്ട് എന്ത് ചെയ്തു, കൊടുത്തു എന്നുകൂടെ പറയുന്നുണ്ട്. ആൻഡ് ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പാസ് ദ നെസസറി ജേർണൽ എൻട്രി ഫോർ ദ എമൗണ്ട് റിസീവ്ഡ് ബൈ ദ ഓപ്പണിംഗ് കോൾസ് ഇൻ അറിയേഴ്സ് ആൻഡ് കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഇൻ ദ ബുക്സ് ഓഫ് കമ്പനി. അപ്പോൾ നമ്മളോട് ഈ നെസസറി ജേർണൽ എൻട്രീസ് പാസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ ഒരു കോൾസ് ഇൻ അറിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താ കോൾസ് ഇൻ അറിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ
amount മീൻസ് നമ്മൾ കോൾ എമൗണ്ട് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇട്ടാൽ മതി. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, 1000 ഷെയർസിൻ്റെ എമൗണ്ട് നമുക്കിവിടെ പേ ചെയ്തിട്ടില്ല ഫസ്റ്റ് കോളിൻ്റെ. സോ ആ ഫസ്റ്റ് കോളിൽ കിട്ടാത്ത എമൗണ്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോൾസ് ഇൻ ആരിയസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് മുൻകൂട്ടി തരുന്ന എമൗണ്ട് അല്ലെ, ഇവിടെ എന്ത് ചെയ്തു 4 രൂപ 2 കോളിൻ്റെയും എമൗണ്ട് മുൻകൂട്ടി തന്നു. സോ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൾസ് ഇൻ അഡ്വാൻസ് എന്നുള്ള പേരിൽ നമ്മൾ പറയുന്നത്. സോ നമ്മളോട് ഇതിൻ്റെ ജേണൽ എന്താണ് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, നമ്മളോട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ചെയ്ത് നോക്കാം. സോ ആദ്യം നമ്മൾ ഇതിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആദ്യം പറഞ്ഞു തന്നിട്ടുള്ള എന്തായിരുന്നു, ഇക്വിറ്റി ഷെയറിന്റെ എമൗണ്ട് ഡ്യൂ ആയിട്ടുണ്ട്. അല്ല സോറി, ഫസ്റ്റ് കോൾ എമൗണ്ട് എന്ത് ചെയ്യും, നമുക്ക് ഡ്യൂ ആയിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം ഡ്യൂ എൻട്രി ചെയ്യണം. സോ എന്താണ് നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, ആ ഒരു ഡ്യൂ എൻട്രി നമുക്ക് ആദ്യം പാസ് ചെയ്യാം. ഡ്യൂ എൻട്രി നമ്മൾ എങ്ങനെ എഴുതാം അല്ലേ, നമ്മൾ പൊതുവെ എന്താ ചെയ്യാറുള്ളത്, ഡ്യൂ എമൗണ്ട് നമ്മൾ ഡ്യൂ എൻട്രി നമ്മൾ ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇത് ഫസ്റ്റ് കോളിനാണ് അല്ലേ, ഫസ്റ്റ് കോളിനാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ ഫസ്റ്റ് കോൾ മണി അല്ലേ, ഫസ്റ്റ് കോൾ മണി ഷെയറിന്റെ ഫസ്റ്റ് കോൾ മണിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് കളക്ട് ചെയ്യുന്നത്. സോ അതിന്റെ ഡ്യൂ എൻട്രി ഇടുന്ന സമയത്ത് നമുക്ക് എന്താ, ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു എന്തിലോട്ടാണ്, ഷെയർ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അല്ലെ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. നമ്മൾ എന്ത് ചെയ്യണം, ഡ്യൂ എൻട്രി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് പാസ് ചെയ്യുന്നത്. നമുക്ക് എമൗണ്ട് അവിടെ ഫുള്ള് കിട്ടിയോ ഇല്ല എന്നുള്ളതല്ല, നമുക്ക് കിട്ടാൻ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡ്യൂ എൻട്രി ഇടും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓക്കെ, അപ്പോൾ ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു, ഇവിടെ ഇക്വിറ്റി ഷെയറിന് ആഡ് ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെപ്റ്റഡ് എന്നുള്ള രൂപത്തിലേക്ക് എഴുതിയാൽ മതി. ഓക്കെ, എന്നാലും അത് എഴുതി കഴിഞ്ഞാൽ ഒരു പൂർണ്ണത ഉണ്ടാകുന്ന മാത്രം. ഓക്കെ, ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. സോ എത്രയാണ് നമുക്കൊരു ടോട്ടൽ ഡ്യൂ വന്നിട്ടുള്ളത്, നമുക്കറിയാം. നമുക്കൊരു ടോട്ടൽ കിട്ടാനുള്ള എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്, 50,000 അല്ലേ, 50,000 രൂപയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമുക്കിവിടെ ടോട്ടൽ കിട്ടാനുള്ളത്. സോ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്തേക്കും. 50,000 ഇൻറ്റു 50,000 ആണ്. എത്ര രൂപ വെച്ചിട്ടാണ്, ഒന്ന് 2 രൂപ വെച്ചാണ്. സോ 50,000 ഇൻറ്റു 2 സിക്കുൾ എത്രയാണ്, 1 lakh rupees ആണ് എന്തായാലും നമുക്ക് ടോട്ടൽ ഇവിടെ വരാനുള്ള എമൗണ്ട് എന്ന് പറയുന്നത്. സോ അതാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ഡ്യൂ എമൗണ്ട് ആയിട്ട് നമ്മൾ കാണിക്കേണ്ടത്. സോ 1 lakh നമ്മൾ എന്ത് ചെയ്യുന്നു, ഡ്യൂ എമൗണ്ട് ആയിട്ട് നമ്മൾ കാണിക്കുന്നു. നരേഷൻ ചെയ്താൽ എന്താണ്, ഫസ്റ്റ് കോൾ മണി ഡ്യൂ എന്നുള്ള രൂപത്തിൽ നമ്മൾ നരേഷനും കൊടുക്കുന്നു. ഫസ്റ്റ് കോൾ മണി ഡ്യൂ, ഫസ്റ്റ് കോൾ മണി ഡ്യൂ നമ്മൾ എന്ത് ചെയ്തു, നരേഷൻ കൊടുത്തു. സോ ഇതാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത്, ഇനി നമുക്ക് എത്ര എമൗണ്ട് കിട്ടി എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇനി നമ്മൾ അടുത്ത എൻട്രിയിലോട്ട് പോകേണ്ടത്. സോ അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ നമുക്ക് ഒരു വർക്ക് നോട്ട് രൂപത്തിൽ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമുക്കൊരു നോട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് താഴെ തയ്യാറാക്കാം, ഏതൊക്കെ എത്ര എമൗണ്ട് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനിൽ കാണാം, ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയതായിട്ട് കാണിച്ചിട്ടുള്ളത്. നമുക്ക് 1000 ഷെയറിന് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, 1000 ഷെയറിന്റെ എമൗണ്ട് ഫസ്റ്റ് കോളം നമുക്ക് കിട്ടിയിട്ടില്ല. സോ എത്രയാണ്, 50,000 ടോട്ടൽ ഉള്ളതിൽ നമുക്ക് എന്ത് ചെയ്തു, നമുക്ക് 1000 നമുക്ക് കിട്ടിയിട്ടില്ല എന്നർത്ഥം. ഓക്കെ, 1000 കിട്ടിയില്ല. അപ്പോൾ എത്രയാണ്, 49,000 ഷെയർസിന്റെ ഫസ്റ്റ് കോൾ വേണേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. 49 ഷെയർസിന്റെ ഫസ്റ്റ് കോൾ വേണേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം, അത് ആദ്യം ജസ്റ്റ് ഇവിടെ എടുത്തു കൊടുക്കാം. സോ ഫസ്റ്റ് കോൾ മണി റിസീവ്ഡ്, ഫസ്റ്റ് കോൾ മണി റിസീവ്ഡ് എത്രയാണ്, 49,000 ഇൻറ്റു 2 അല്ലേ, ഈക്വൽ ടു 98,000 ആണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടാത്ത എമൗണ്ട് എന്താണ്, 1000 ഷെയർസിന്റെ ആണ് അല്ലെ, 1000 ഷെയർസിന്റെ എമൗണ്ട് ഫസ്റ്റ് കോളം വേണ്ടി നമുക്ക് കിട്ടിയിട്ടില്ല. അത് എത്രയാണ് പോയിരുന്നത്, 2,000 ആണ് നമുക്ക് കിട്ടാത്ത എമൗണ്ട് വരുന്നത്. ഇതിന് നമ്മൾ എന്ത് വില വിളിക്കുന്നത്, നമുക്ക് കിട്ടാത്ത എമൗണ്ട് കോൾസ് ഇൻ ഏരിയർ അല്ലെ, കോൾസ് ഇൻ ഏരിയർ, കോൾസ് ഇൻ ഏരിയസ് ആണ് എന്ത് വരുന്നത്, നമുക്ക് ഈ 2,000 വരുന്നത്. ഇനി എന്താണ് ഈ ക്വസ്റ്റ്യൻ വേറെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മളോട് കോവിൽ എ ഹോൾഡർ ഓഫ് 750 ഷെയർസ് പെയ്ഡ് ദ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ. ഇനി കോവിൽ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു, സെക്കൻഡിന്റെയും ഫൈനൽ കോളിന്റെയും എമൗണ്ട് നേരത്തെ അടിച്ചിട്ടുണ്ട്. എത്ര, 4 രൂപയാണ് അടിച്ചിട്ടുള്ളത്. അയാൾ 750 ഷെയർസ് ആണ് ഉള്ളത്. സോ കോൾസ് ഇൻ അഡ്വാൻസ് നമുക്ക് ഇവിടെ എത്ര വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ്, ആ ഒരു എമൗണ്ട് നമുക്ക് നേരത്തെ അടച്ചതാണ്. സോ എന്താണ്, നമുക്ക് കോൾസ് ഇൻ അഡ്വാൻസ്, കോൾസ് ഇൻ അഡ്വാൻസ് എത്രയാണ്, 750 ഷെയർസ് ആണ് എൻ്റെ കയ്യിലുള്ളത്. 750 ഷെയർസിന്റെ 2 രൂപ സെക്കൻഡ് കോളും 2 രൂപ ഫൈനൽ കോളും, അങ്ങനെ ടോട്ടൽ 4 രൂപ വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അയാൾ അത് അടച്ചിട്ടുള്ളത്. സോ അപ്പോൾ എന്താണ്, ഇവിടെ 750 ഇൻറ്റു 4 നമുക്ക് എത്രയാണ് വരുന്നത്, 3,000 rupees നമുക്ക് ഇതിൽ വരുന്നു. ഓക്കെ, 3,000 rupees നമുക്ക് ഇതിൽ വരുന്നു. ഓക്കെ, അപ്പോൾ ഈ എമൗണ്ട് നമുക്ക് എന്താണ്, റിസീവ് ആയിട്ടുള്ള എമൗണ്ട് ആണ്. ഈ കോൾസിൻ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് റിസീവ് ആവാത്ത എമൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ റിസീവ് ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ഈ 2 എമൗണ്ടുകളാണ് അല്ലേ. അപ്പോൾ ഈ 2 എമൗണ്ടുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടിനും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് 1,01,000 ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് എന്നൊരു രൂപത്തിൽ കാണിക്കാം. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് എന്നൊരു രൂപത്തിൽ കാണിക്കുകയും എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ ഈ ഒരു കോൾസിൻ ഏരിയ നമുക്ക് എന്ത് ചെയ്യാം, കിട്ടാതെ മീൻസ് ഡെബിറ്റ് ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഡെബിറ്റ് ആയിട്ട് നമുക്ക് അക്കൗണ്ട് ക്ലിയർ ചെയ്യണമല്ലോ അല്ലേ, നമുക്ക് റീസെന്റ് ചെയ്യണമല്ലോ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു അമൗണ്ടിൽ നമ്മൾ അവിടെ ഡെബിറ്റ് ആയിട്ട് കാണിക്കുന്നു. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലിയർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ ഏതായാലും ഞാൻ അതിന്റെ ഒരു ജേർണൽ എൻട്രിയുടെ കറക്റ്റ് രൂപം കാണിക്കാം. ഓക്കെ, കേട്ടോ.
സോ അതിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ഇക്വിറ്റി ഷെയർ കാണിച്ചു, 2 1 lakh കാണിച്ചു. ശേഷം ബാങ്ക് അക്കൗണ്ടിലെ കോൾസിന്റെ അരിയസിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ 1,01,000 കാണിച്ചു. 1,01,000 എങ്ങനെയാണ് വന്നിട്ടുള്ളത്? 98 നമുക്ക് ഇവിടെ കിട്ടിയതും പ്ലസ് 3,000 രൂപ അല്ലെ. 3,000 രൂപ ഏതാണ്? 750 ഷെയർ അല്ലേ, ഫോർ 4 rupees വെച്ചിട്ട് നമുക്ക് കിട്ടിയതാണ്. 1,01,000 ആണ് എന്ത് വരുന്നത് അതിൽ വരുന്നത്. ഓക്കെ, ഞാൻ ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ 2 ഇക്വിറ്റി ഷെയർസ് ആണ്. 2 ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് അല്ലേ, നമ്മളോട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ടിലാണ് 1 ലക്ഷം രൂപ കിടക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? അതിന് മാറ്റണം അല്ലേ. അപ്പോൾ ഇനി ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് എന്താണ്? 1 lakh rupees നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ക്രെഡിറ്റ് ചെയ്യുന്നു. ഇവിടെ ഡെബിറ്റ് ആയതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇനി 2 കോൾസിന് അഡ്വാൻസ് അക്കൗണ്ടിലോട്ട് എന്തോ മാറ്റുന്നുണ്ട്? 3,000 രൂപ നമ്മൾ കോൾസിന് അഡ്വാൻസ് അക്കൗണ്ടിലോട്ട് നമ്മൾ അതങ്ങനെ മാറ്റുകയും ചെയ്തു. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇതിന്റെ ഒരു ജേണൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്. സോ ഈ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്ത് വരുന്നത്, നമുക്ക് ഈ ഭാഗത്തിൽ കൂടുതൽ വരുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് മീൻസ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതുവരെ ഇതിന് മുമ്പ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ്. അതാണ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിന്റെ വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു സെഷൻ കൂടി നമുക്ക് ഇതിന്റെ കൂടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു സെഷൻ നമ്മുടെ തുടർ ദിവസങ്ങളിൽ നമുക്ക് പുലർച്ചെയുള്ള ക്ലാസ്സുകൾ, നമ്മുടെ പുലർച്ചെയുള്ള സീരീസിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് ആ ക്ലാസ്സുകളും അതുപോലെ തന്നെ ഇതിന് മുന്നേ നമ്മൾ അക്കൗണ്ടൻസിൽ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അനാറ്റമിയിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാം, അതെല്ലാം എന്ത് ചെയ്യാം, വാച്ച് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഈ ഒരു എക്സാം നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് നമുക്ക് ക്രാക്ക് ചെയ്യാം. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.